കുറച്ച് ദിവസങ്ങളായിട്ട് PSC പ്രശ്നങ്ങൾ നടക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടും അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ 9ാം ദിവസം സമരം കിടക്കുകയാണ്. LP ടീച്ചേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ്. അവർക്ക് നിയമനം നൽകിയില്ല എന്നുള്ള പേരിൽ മണ്ണ് വാരി തിന്നൊക്കെയാണ് അവർ സമരം നടത്തുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ്? ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നിട്ടില്ല. റാങ്ക് ലിസ്റ്റിൽ വീണ്ടും കാത്ത് ഇരിക്കുകയാണ് പലരും. എന്നിട്ട് പോലും വീണ്ടും അടുത്ത തസ്തികയിൽ വീണ്ടും പരീക്ഷയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് എന്റെ സുഹൃത്തിട്ടൊരു അടിക്കുറിപ്പ് എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: PSC ജോലി കൊടുക്കാൻ അല്ലെങ്കിൽ PSC എന്തിനാണ് ഇങ്ങനെ ഈ നോട്ടീസ് ഇറക്കുന്നത്? പിൻവാതിലൂടെ അല്ലാതെ ആർക്കെങ്കിലും PSC കിട്ടിയതായിട്ട് അറിയുമോ എന്നുള്ള ചോദ്യമാണ്. ഇതിന്റെ ശരിക്കും പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് PSC എന്നുള്ള സംവിധാനത്തിൽ മലയാളികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി PSC പഠിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കുന്ന സാഹചര്യമാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നമ്മൾ കാണുകയാണ് പല പരീക്ഷകളിൽ. ഇപ്പൊ ക്ലറിക്കൽ പോസ്റ്റ് മുതൽ ആസൂത്രണ ബോർഡിൽ 1.5 ലക്ഷം രൂപ വരെ സാലറി വാങ്ങിക്കുന്ന പോസ്റ്റുകളിലേക്ക് പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ വിഷയത്തിൽ തന്നെ സംസാരിക്കുകയാണെങ്കിൽ, ഈ റാങ്ക് ഹോൾഡേഴ്സ് മണ്ണ് വാരി തിന്നുന്ന അവസ്ഥയുണ്ട്. ഇതുപോലൊരു സംഭവം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചിട്ടുണ്ട് CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട്. അന്ന് ആ പുരുഷന്മാർ മണ്ണ് വാരി തിന്നും ശയനപ്രദക്ഷിണം ചെയ്തും എന്തെല്ലാം സമരമുറകൾ എടുത്തിട്ടും അന്നത്തെ സർക്കാർ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. CPO വനിതാ റാങ്ക് ഹോൾഡേഴ്സും ഇതുപോലുള്ള സമരമുറകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സർക്കാർ അതിനെ മാനിച്ചിട്ടില്ല, അവരെ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇപ്പോഴത്തെ സർക്കാരെങ്കിലും ഇവരെ കേൾക്കാനെങ്കിലും തയ്യാറാകണം. ഇതിന് സൊല്യൂഷൻ കണ്ടെത്താനാകുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് ഓപ്ഷനാണ്, രണ്ടാമത്തെ പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവരെ കേൾക്കുക, ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ 2, 3, 4 വർഷങ്ങൾ പഠിച്ച് സമയം കളഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച്, ചിലരൊക്കെ കൊല്ലം ജില്ലയിലൊക്കെ ഉള്ളവർ തിരുവനന്തപുരത്തൊക്കെ വന്ന് പഠിക്കുന്നവരറിയാം, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തെ സെന്ററുകളിൽ പഠിക്കുന്നവരറിയാം, മറ്റ് ജില്ലകളിൽ പോയി പഠിക്കുന്നവരെ അറിയാം. ഇവർ എന്നും യാത്ര ചെയ്ത് പഠിച്ച് തിരിച്ചുപോയി ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയാൽ പോലും ജോലി കിട്ടില്ല എന്ന് പറയുന്നത് വളരെ മോശം അവസ്ഥയാണ്. ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടിയാൽ പോലും, ഒരു റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ പോലും അവർ വീണ്ടും പഠിക്കേണ്ട സാഹചര്യമാണ്. കാരണം ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പില്ല. അത് മുൻ സർക്കാരുകൾ ഉറപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരെങ്കിലും അതിന് ഉറപ്പ് നൽകണം. നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഇത്രയും വേക്കൻസി ആണുള്ളത്, റാങ്ക് ലിസ്റ്റിൽ ഇത്ര പേർക്ക് ജോലി കൊടുത്തിരിക്കും, അല്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ ഒഴിവുകൾ വരികയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെ എടുക്കാനുള്ള ഒരു ഇതുണ്ടാകും. ഈ പറയുന്ന പോലെ ബാക്കി റാങ്ക് ലിസ്റ്റിൽ ആൾക്കാർ ബാക്കിയുണ്ടെങ്കിൽ, ഇതിന്റെ കാലാവധി ഇപ്പോഴും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തുക എന്നുള്ളൊരു ചിലവ് കുറയ്ക്കാൻ കഴിയില്ലേ? നമുക്കറിയാം, നമ്മുടെ തന്നെ കൂട്ടുകാരിൽ ഒരുപാട് പേരുണ്ട് PSC എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം ഗവൺമെന്റ് ജോലി എന്നൊരു സ്വപ്നമായിട്ട് ഒരുപാട് പേര് നടക്കുന്നു. അപ്പൊ ഈ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ റാങ്കിൽ കയറുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയാണ്, തങ്ങൾക്ക് ഒരു ജോലി കിട്ടും. നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിന്റെ ഒരു ഇത് വന്നു, അവസാനം വരുന്നു എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ശരിക്കും പഠിക്കുകയല്ല വേണ്ട, ഏതെങ്കിലും പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇപ്പൊ ഇനി PSC എന്നുള്ള ഒരു ലക്ഷ്യം എല്ലാവർക്കും എത്തൂ എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുകയാണ് ഓരോ. തീർച്ചയായിട്ടും നമ്മൾ ഈ തമാശയായിട്ടൊക്കെ പറയില്ലേ, ആയ കാലത്ത് വല്ല കൊടി പിടിക്കാൻ പോരുന്ന, അല്ലെ പാർട്ടി പോരുന്നെങ്കിൽ ജോലി കിട്ടിയാനെന്ന് പറയുന്നത് പണ്ട് തമാശയായിരുന്നെങ്കിൽ ഇപ്പോഴത് സത്യമാണ്. പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പായിട്ടും കിട്ടും. ഇപ്പോൾ ട്രോളുകൾ പോലും ഇതുപോലെയാണ് വരുന്നത്, പാർട്ടിക്ക് കുട പിടിക്കുന്നു ജോലി കിട്ടുന്നു എന്നുള്ള നിലയിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആസൂത്രണ ബോർഡ് പോലെ 1.5 ലക്ഷം രൂപ സാലറിയുള്ള തസ്തികകൾ പോലും ഈ പറഞ്ഞ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ കായിക മന്ത്രി കൂടിയായ OJ ജനീഷ് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കുറെ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹം കുറെ സ്ഥലങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. അതായത് എന്താണ് ഇവർ കാണിക്കുന്നത്, യുവജനങ്ങളോട് എന്ത് ക്രൂരതയാണ് ഇവർ കാണിക്കുന്നത് എന്നെല്ലാം പറ്റി. ഇപ്പൊ ഈ പറഞ്ഞ വിമർശനങ്ങളെല്ലാം ഇപ്പൊ കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുത്തില്ല എന്നുള്ള കാര്യമൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു VD സതീശന്റെ മുൻപുണ്ടായിരുന്നത്. അപ്പോൾ അവർ അധികാരത്തിൽ വരുമ്പോൾ അവർ ഇതിനു വേണ്ടി സംസാരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. അഥവാ ഈ ഒരു നടപടി എടുത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിഷേധക്കാരോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഈ പിണറായി സർക്കാരും VD സതീശൻ സർക്കാരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രതിഷേധം നടക്കുന്നുണ്ട്. അവസാനത്തെ അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിലാണ് ആ പെൺകുട്ടികൾ മണ്ണ് വാരി തിന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.
ഈ പറയുന്ന LP ടീച്ചർ തസ്തികയിലേക്കുള്ളത് എന്ന് പറഞ്ഞാൽ 60,000 രൂപ 1,00,000 രൂപ സാലറി ഉള്ള തസ്തികകളൊന്നുമല്ല. അവരുടെ ആവശ്യങ്ങൾ വളരെ ചെറുതാണ്. ഇപ്പോൾ ജോലി ഉള്ളവരാണെങ്കിൽ പോലും, ആ ടീച്ചേഴ്സ് യൂണിയനിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും കൂടുതൽ നിയമനങ്ങൾ നടത്താൻ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു ടീച്ചറിന് 30 കുട്ടികൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ടീച്ചേഴ്സിന്റെ നിയമനം നടക്കുന്നത്. അപ്പോൾ ഇത് 25 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലേക്ക് ഉയർത്തിയാൽ പോലും കൂടുതൽ നിയമനങ്ങൾ ഉണ്ടാകും. അപ്പോൾ യുവാക്കൾക്ക് പരിരക്ഷ എന്നുള്ളത് സർക്കാർ ഉറപ്പുവരുത്തേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, CPO റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുടി മൊട്ടയടിച്ച യുവാക്കളുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അന്ന് അതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, അന്നത്തെ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ വിമർശിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരമാണ് കൊടുക്കേണ്ടത്. ഒരു സൊല്യൂഷനും ആയിരിക്കില്ല, ഇതാണ് അവസ്ഥ എന്നുള്ളൊരു ഉത്തരമായിരിക്കും കൊടുക്കേണ്ടത്. അല്ലാതെ സെക്രട്ടേറിയറ്റ് മുന്നിലൂടെ ഒരു 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ് കാറുകൾ പാറിപ്പറക്കുമ്പോൾ ഈ സംവിധാനത്തോടുള്ള വിശ്വാസ്യതയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇനി എന്തിനു പഠിക്കണം, ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നൊരു ഘട്ടമുണ്ടാകും. നമുക്കറിയാം, പെൺകുട്ടികളുടെ വീടുകളിൽ ഒരു 20-21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണ പ്രശ്നങ്ങളൊക്കെ തുടങ്ങും. ഇവരൊക്കെ കുറെ ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും ജോലി, PSC പഠിക്കാം, ഒരു ജോലി നേടാം, കുറച്ച് സമയം വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ പോലും 1-2 റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ പോലും ജോലി കിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു മോശം അവസ്ഥയാണ്. എത്ര സ്ത്രീ ശാക്തീകരണം നടത്തിയെന്ന് പറഞ്ഞാലും, എത്ര അവസരങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാലും ഈ പറയുന്നത് ഈ വെറും അനാസ്ഥ മാത്രമാണ്. അവർക്ക് വേണ്ട അവകാശങ്ങൾ ലംഘിക്കുക തന്നെയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ OJ ജനീഷിനെ പോലുള്ള യുവാക്കൾ, മന്ത്രിമാരും യുവാക്കളും എല്ലാവരും തന്നെ ഇതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോ VD സതീശൻ ഒരു ജനപ്രിയ സർക്കാർ പടുത്തുയർത്തിയിട്ടുണ്ട്. മനുഷ്യർക്കിടയിൽ ഒരു ജനപ്രിയ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ലേബൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഈ യുവാക്കൾക്കിടയിലും ആപ്ലിക്കബിൾ ആകണം. അവർക്ക് വേണ്ട ആവശ്യങ്ങളും നടത്തി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇപ്പൊ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് ചെയ്തു കൊടുത്താൽ ജനങ്ങൾക്കിടയിൽ കുറച്ചുകൂടെ മതിപ്പുണ്ടാകുകയുള്ളൂ. കാരണം നമുക്കറിയാം, ഈ മണ്ണ് വാരി തിന്നുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ. അവർ എത്രത്തോളം അതിനുവേണ്ടി, അല്ലെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർക്ക് ഇത്ര സങ്കടം, അല്ലെങ്കിൽ ഒരു സമരത്തിന് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ 9ാം ദിവസമാണ്. അപ്പം കൃത്യമായിട്ട് മുൻ സർക്കാരിനേക്കാൾ വ്യത്യസ്തനായി ഈ പ്രാവശ്യം കറക്റ്റായിട്ട് ജനങ്ങളുടെ മനസ്സിലാക്കി അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി പോയാലേ പറ്റൂ. അല്ലെങ്കിൽ PSC എന്നുള്ളൊരു കോൺസെപ്റ്റ്, ആ ഒരു ഇതിനോടെ എല്ലാവർക്കും ഭയമാകും. നമുക്ക് തന്നെ അറിയാം, കുറച്ചുനാൾ PSC പഠിച്ചിട്ട് മിക്കവരും ഇപ്പം ഗൾഫിലൊക്കെ, ബോയ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ സാഹചര്യം വെച്ച് അവർ പോവുകയാണ് ഗൾഫിലേക്കും ഒക്കെ. കാരണം PSC എന്ന് പറഞ്ഞാൽ അവർക്ക് വർഷങ്ങൾ, പിന്നെ ഇരിക്കുന്ന പെൺപിള്ളേരാണ്. കല്യാണം കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടായിരിക്കും അവർ PSC പഠിക്കാൻ പോകുന്നത്. അപ്പൊ അത്രയും പ്രതീക്ഷയോട് പോകുന്ന, അല്ലെങ്കിൽ അത്രയും ആഗ്രഹത്തോടായിരിക്കും മിക്കവരും. ഗവൺമെന്റ് ജോലി എന്നുള്ളത് ശമ്പളത്തിന്റെ അല്ല, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലി വേണം എന്നുള്ളത് കൊണ്ടാണ് മിക്കവരും അത് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസവും പോയി സർക്കാരിനോട്. പിന്നിപ്പം LDFിനോടുള്ള വിശ്വാസം പോയി, ഇപ്പൊ UDFിനോടും ഇത് കാരണം വിശ്വാസം പോകാതിരിക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടി വരും ഇവിടെ. അതെ, ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വസ്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ PSC ആയിരുന്നു. വളരെ സുതാര്യമായി ഒക്കെ നിയമനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ നിയമനങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് ഒക്കെ റദ്ദ് ചെയ്യപ്പെട്ടാൽ പലരുടെയും അവസരം വീണ്ടും പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, 2016 തോന്നുന്നു നമ്മുടെ ശിവരഞ്ജിത്തിന്റെ കേസ് ഉണ്ടായല്ലോ. ശിവരഞ്ജിത്തിന് ജോലി കൊടുത്തു എന്നുള്ളൊരു സംഭവത്തിൽ ആ റാങ്ക് ലിസ്റ്റ് തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എത്രയോ യോഗ്യരായ, പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി നേടിയ പലരുടെയും അവസരം നഷ്ടപ്പെട്ടു. അതൊന്നും ആഗ്രഹമില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ കൃത്യമായുള്ള നിയമനങ്ങൾ നടക്കട്ടെ. ആവശ്യമില്ലാത്ത പരീക്ഷകൾ എന്തിനാണ് നടത്തുന്നത്? റാങ്ക് ലിസ്റ്റ് കാലാവധി നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് നിയമനങ്ങൾ നടത്താതെ വീണ്ടും പരീക്ഷകൾ നടത്തുക എന്ന് പറയുന്നത് സർക്കാരിന് അധിക ചിലവുമാണ്. അതുപോലെ തന്നെ യുവാക്കൾക്ക് അതൊരു വലിയ ബേർഡൻ കൂടിയാണ്. അപ്പോൾ ഇത്തവണയെങ്കിലും ഈ VD സതീശൻ സർക്കാരെങ്കിലും ഇതിലൊരു കൃത്യമായ നടപടി എടുക്കട്ടെ. വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ, നടപടികൾ പൂർത്തിയാക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ.